പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലേക്കും വെച്ച് ഏറ്റവും ആശ്വാസം തരുന്നതും നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റുന്നതുമായിട്ടുള്ളൊരു വചനം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണാം. ഈ രാത്രിയിൽ നമുക്കത് ധ്യാനിക്കാം. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈശോയുടെ മുൻപിലല്ലേ ഇരിക്കുന്നത്? നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ വചനം വരണേ. കാരണം എൻ്റെ ശ്രേഷ്ഠത എൻ്റെ കഴിവ് കൊണ്ടല്ല, നേരെ മറിച്ച് എൻ്റെ ദൈവം ഇത്ര തൊട്ടടുത്തെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഓശാന ഞായറാഴ്ച കർത്താവ് കയറിയിരുന്ന കഴുത സഞ്ചരിച്ച വഴികളിലൊക്കെ അവന് കിട്ടിയ സ്വീകരണങ്ങൾ ഓർക്കണം. വഴി മുഴുവൻ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് ഒലിവിലക്കൊമ്പുകളുടെ അഭിവാദ്യങ്ങളേറ്റാവും മുമ്പോട്ട് പോകുമ്പോൾ അത് ആ കഴുതയുടെ മഹത്വമല്ല, നേരെ മറിച്ച് അവൻ്റെ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇതുപോലെ നമ്മളുടെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ച് നോക്കുക. ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ഈ നമ്മുടെ ഓരോ ദിവസങ്ങളിൽ പോലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണത്. ദൈവം ഇങ്ങനെ കരം പിടിച്ചുകൊണ്ട് കൂട്ടു നടക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത്. തോളോട് തോൾ ചേർന്ന് പുരുഷനോടും സ്ത്രീയോടും കൂടെ ദൈവം നടന്നിരുന്ന സ്ഥലത്തിൻ്റെ പേര് പറുദീസ എന്നാണ്. അങ്ങനെ തൊട്ടടുത്ത് ദൈവം ഇങ്ങനെ അനുഭവിക്കാനായിട്ടുണ്ടായിരുന്ന ഒരവസരങ്ങളുണ്ടായിരുന്നു. അബ്രഹത്തോടും മോശയോടും പ്രവാചകന്മാരോടുമൊക്കെ ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ചിരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. അത് ശരിക്കും മോശയുടെ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചറിയുന്നുണ്ട്. സമാഗമ കൂടാരത്തിൽ മോശ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിന്നിരുന്നൊരു സ്നേഹിതനോടെന്ന കണക്ക് ദൈവം മോശയോട് സംസാരിച്ചിരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ദാവീദിനെ കാക്കുന്നതും തൊട്ട് മുൻപിൽ വന്നു നിനക്ക് എന്താണ് വരം വേണ്ടതെന്ന് സോളമനോട് ചോദിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇത്രയ്ക്ക് അടുപ്പം പുലർത്തിയിരുന്ന ഇസ്രായേൽ ജനതയോട് കൂടെ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഒക്കെ കൂടെ നടക്കുന്ന കർത്താവിനെ നമ്മൾ കാണും. ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനായിട്ട് വചനം മാംസമായി എന്ന് യോഹന്നാൻ ശ്ലീഹ സൂചിപ്പിക്കുന്ന കണക്ക് കർത്താവ് മനുഷ്യനായി പിറക്കുന്നതാണ്. തൊട്ടടുത്ത് നമ്മുടെ ഒരു മനുഷ്യക്കുഞ്ഞിനെ കണക്ക് കർത്താവ് ഇങ്ങനെ ഭൂമിയിലേക്ക് സ്വർഗം വിട്ടിറങ്ങി വരുന്നുണ്ട്. നമ്മുടെ പൊള്ളലുകൾ അറിഞ്ഞ് അവൻ നമ്മുടെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, മനുഷ്യരോട് കൂടെ അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുന്നുണ്ട്, അവരോട് കൂടെ ഭക്ഷണം പങ്കിടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു പള്ളിയിൽ ചെന്നിരിക്കുന്ന നേരത്ത് തൊട്ടടുത്തൊരു ദൈവമുണ്ടെന്നുള്ള തോന്നലിൽ തിരുവോസ്തിയിൽ എൻ്റെ കർത്താവ് എന്തൊരു ഭാഗ്യമുള്ള ജനതയാണ്. മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് മാത്രം ബലമില്ലാതെയും പരാതികൾ പറഞ്ഞും നിരാശപ്പെട്ടും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനം ഇതാണ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ജോഷുവ പ്രവാചകനോട് കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട്. ജോഷുവ 1:9, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട എന്നും ധീരനും ശക്തനുമായിരിക്കണമെന്നും ഞാൻ നിന്നോട് അരുൾ ചെയ്തിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 49:10. ഇങ്ങനെ വചനങ്ങൾ ഒരുപാടുണ്ട്. ചേർത്ത് പിടിക്കുന്ന കരങ്ങളെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയാതെ നമ്മളിപ്പോഴും സാധാരണക്കാരായ മനുഷ്യരെ കണക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ അവകാശികളാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കെട്ടുപാടുകളിൽ പെട്ടിങ്ങനെ അടിമകളെ കണക്ക് നമ്മൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു.
പൂമ്പാറ്റയെപ്പോലെ പറന്ന് നടക്കേണ്ട മനുഷ്യർ പുഴുവിനെ പോലെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, അവൻ എൻ്റെ അടുത്തുണ്ടെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയതുകൊണ്ട് മാത്രം. തമ്പുരാനെ, ഈ തിരുവോസ്തിയെ നോക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ള കൃപ തരണമേ എന്ന്, അങ്ങ് ഞങ്ങളോട് കൂടെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം മുറിച്ചപ്പോൾ അവരവനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഒരു രംഗത്തിലെ ഭരതവാക്യമായിട്ട് എടുക്കണം. അവരവനെ തിരിച്ചറിഞ്ഞു. ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ തിരിച്ചറിയപ്പെടാതെ പോകുന്ന വലിയ സ്വർഗീയ മഹാരഹസ്യത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഇനിയെങ്കിലും ലഭിക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ജീവിതം മാറുന്നേ. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എൻ്റെ കണ്ണെത്തുന്ന ദൂരത്തിൽ, എൻ്റെ കൈ തൊടാവുന്ന ദൂരത്തിൽ എനിക്ക് കൂട്ടുനിൽക്കുന്നൊരു ദൈവം. ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ അനുഗ്രഹമാണിത്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്നും മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണമെന്നത് കൂടെ കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് അത് തന്നെ നമ്മളോട് പറയും. എന്നാൽ അത് അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നമ്മളിൽ മാത്രമായിട്ട് നിലനിൽക്കേണ്ട ഒരു അനുഭവമല്ല ഈ കർത്താവിൻ്റെ തൊട്ടടുത്തുള്ള സാന്നിധ്യം. മക്കളോട് പറയണമെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊരു ആരോപണമാണ് ഇന്നത്തെ കാലത്ത്. ഈ അൾത്താരയോട് ചേർത്ത് നിർത്തേണ്ട, ദിവ്യ സക്രാരിയിലേക്ക് മുട്ടുകുത്തി നോക്കി നിൽക്കാൻ പഠിപ്പിക്കേണ്ട നിമിഷങ്ങളിൽ നമ്മളിപ്പോൾ അവരെ അകറ്റിക്കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്ക്, എത്രമാത്രം അവരെ ചേർത്ത് നിർത്തുന്നുണ്ടെന്ന്, എത്രമാത്രം തിരുഹൃദയത്തിലേക്ക് നോക്കി എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ള കർത്താവെന്ന് ഈ മക്കളോട് ബോധ്യത്തോടുകൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. എത്ര തവണ എൻ്റെ മക്കളെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി അൾത്താരയുടെ അടുത്ത് നിർത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ പള്ളികളിലൊക്കെ എത്ര പിള്ളേരാണ്, എന്നിട്ട് എത്ര പേര് ഈ ഓൾട്ടർ ബോയ്സ് ഓൾട്ടർ ഗേൾസ് ഒക്കെ ആയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ആരാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ആരാ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കണ്ടേ? ആരാ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ ചേർക്കണ്ടേ? എത്ര തവണ ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ആ ദിവ്യസക്രായിലേക്ക് നോക്കി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് അവരുടെ മുൻപിൽ വെച്ച് അവർക്കവിടെ ദൈവമുണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇത് നിങ്ങളുടെയും മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. കർത്താവെ, ബോധ്യം തരണമേ എന്ന്, ഇത് പകർന്നു കൊടുക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ ആ കരങ്ങൾ നമ്മുടെ ശിരസിൽ പതിക്കുന്ന അനുഭവത്തിനായി കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണത്തിൻ്റെ തലേന്നാള് ആ ചേച്ചി നമ്മളോട് പറഞ്ഞതാണ്, എൻ്റെ കർത്താവേ എന്ന് മനസ്സു നൊന്ത് ഞാൻ വിളിച്ച സമയത്തൊക്കെ എന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അച്ഛാ. അതിൻ്റെ ശ്രേഷ്ഠത അവരുടെ ജീവിതത്തിനുണ്ടായിരുന്നു, അതിൻ്റെ പ്രകാശം അവരുടെ മരണത്തിനുണ്ടായിരുന്നു. തമ്പുരാനെ, ഭാഗ്യപ്പെട്ടവരാണെന്ന്, ശ്രേഷ്ഠതയുള്ള ജീവിതങ്ങളാണെന്ന് ഇനി ഞങ്ങൾ എന്നാണ് തിരിച്ചറിയുക? ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചു
കാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ